നമുക്കിന്ന് കേരള സ്റ്റൈൽ എളുപ്പത്തിലൊരു മീൻകറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മീൻചട്ടി വെച്ചു. മീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുകും അതുപോലെ ഉലുവയും ഇട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാറില്ല. കാരണം അത് കരിഞ്ഞു പോവുക സാധാരണ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ഉള്ളി ആദ്യം തന്നെ ഇട്ട് കൊടുക്കും. കാരണം അത് കുറച്ച് വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് അത് മൂത്ത് വന്നതിന് ശേഷം ഏകദേശം ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷമേ ഞാൻ മറ്റുള്ള ബാക്കി അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ചെറിയുള്ളി ഇട്ട് കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പം ഞാൻ അതിലേക്ക് സ്വല്പം കറിവേപ്പില, അതും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് ഫ്രോസൺ കറിവേപ്പില. നമ്മുടെ ഫ്രഷ് കറിവേപ്പിലൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രോസൺ കറിവേപ്പില ഇട്ട് അത് ചൂടായി കഴിഞ്ഞ്, അതായത് ചൂടാവുകയല്ല, അത് മൂത്ത് വന്നതിന് ശേഷമാണ് വെളുത്തുള്ളി ഇഞ്ചി ഇടുന്നത്. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കുറച്ച് നേരം ഇട്ട് നന്നായിട്ട് വഴറ്റും. കുറച്ച് കട്ടിയില്ല ഞാൻ അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചേറെ നേരം അത് വഴറ്റാനുണ്ട്. കുറച്ച് കട്ടി കുറഞ്ഞ അരിയുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അങ്ങനെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ പൊടികളിടും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് എൻ്റെ എല്ലാം വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് അത് ഫ്രൈ ആകും, അങ്ങനെ ഡാർക്ക് കളറിലേക്ക് പോകില്ല കേട്ടോ. എന്നാൽ ഇങ്ങനെ അതായത് ഒരു പാകത്തിനുള്ള കളറും ആവുകയും ചെയ്യുള്ളൂ. അതിന് ശേഷം ഞാൻ പൊടിയിലിടാറുള്ളൂ. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഏകദേശം 3 കിലോയോളം മീനുണ്ട്. അതുകൊണ്ട് തന്നെ മുളക് പൊടിയും കാശ്മീരി പൊടിയും അത്യാവശ്യം ഇടുന്നുണ്ട്. രണ്ടും 1.5 സ്പൂൺ വീതമാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അത് രണ്ടും മൂത്ത് വന്നതിന് ശേഷം അതിൻ്റെ ഇടയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ചേർക്കുന്നത് നല്ല തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ നമ്മുടെ കുടംപുളി ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത്. നല്ല പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് കുടംപുളി നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ ഈ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻകറിയൊക്കെ ആയിക്കഴിഞ്ഞെങ്കിൽ നല്ല കൊഴുപ്പ് കിട്ടും മീൻ കറിക്ക്. അല്ലാതെ വെള്ളം പോലെ ഇരിക്കില്ല. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൽ ഉപ്പ് എരിവൊക്കെ അത്യാവശ്യം എളുപ്പം പിടിക്കുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നത്. ബാക്കിയുള്ള വെള്ളവും ഞാൻ ഒഴിക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കാറ്. അതിന് ശേഷം അത് മൂടി വെച്ച് അത് വീണ്ടും തിളച്ച് വരുമ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനും ചേർത്ത് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂർ വേണ്ട, ഈ 10-20 മിനിറ്റിനുള്ളിൽ നമ്മുടെ മീൻ കറി പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറ്റയായിരുന്നു, നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മീൻ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് എൻ്റെ മീൻകറി. ഇത്ര എളുപ്പത്തിൽ നമുക്ക് മീൻകറി വയ്ക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ ഞാൻ മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമാണ് എടുക്കാറ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഒന്നുകൂടെ ചൂടാക്കും. എന്നിട്ട് നന്നായിട്ട് മീനെ ഉപ്പുവരും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം ഒന്നുകൂടെ ഒന്ന് പറ്റിക്കും. അപ്പം മീനെ ഒന്നുകൂടെ നന്നായിട്ട് പിടിക്കും. പക്ഷേ ഇത് ഞാൻ വെച്ച് കഴിഞ്ഞ് അന്ന് തന്നെ എല്ലാവരും മീൻകറി കൂട്ടാൻ തുടങ്ങി. ഫ്രഷ് ആയിരുന്നുകൊണ്ട് തന്നെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീനിൽ ഉപ്പ് എരിവും അന്ന് തന്നെ പിടിക്കുകയും ചെയ്തു കേട്ടോ. അപ്പം അന്നെടുത്ത ഈ പിക്ചറാണ് ഇത്. പിറ്റേ ദിവസം ആയപ്പോൾ ഇതിൻ്റെ പകുതിയായി. പിന്നെ പറ്റിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല.